ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമ്മൾക്ക് നിൽപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നമ്മെ അത്ഭുതകരമായ രീതിയിൽ സൂക്ഷിച്ചു. ഈ പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് സഭകൾക്കുള്ള ദൂത്, സർദീസ് സഭയ്ക്കുള്ള ദൂതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1-2 വാക്യങ്ങൾ പഠിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അവരുടെ തെറ്റുകൾ, പോരായ്മകൾ മാത്രമുള്ള ഒരു സഭ, യാതൊരു രീതിയിലുള്ളതായ അഭിനന്ദനങ്ങളോ നല്ല വശങ്ങളോ പറയുവാനായിട്ട് ഒന്നിനും കർത്താവിന് സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു സഭയാണ് ഇത്. അപ്പോൾ അവിടെ കർത്താവ് 5 കാര്യങ്ങളാണ് ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് വ്യത്യാസപ്പെടുവാൻ, ആ പഴയ അവസ്ഥയിലേക്ക് വരുവാൻ, ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ, ആത്മീയരായി തീരുവാൻ 5 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 2-ാം വാക്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു. വെയ്ക്കപ്പ്, എഴുന്നേൽക്കണം, വിജിലൻ്റ് ആയിരിക്കണം. രണ്ടാമത് നാം കണ്ടത് ശക്തീകരിക്കുക, സ്ട്രെങ്തൻ, ഉറപ്പിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥിരീകരിക്കുക, സ്ഥിരപ്പെടുത്തുക. ആ കാര്യം നാം കണ്ടു. ഇന്ന് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് 5 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ആ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 3 കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. 3 കാര്യങ്ങൾ. 1, ഓർക്കണം. 2, കാത്തുകൊള്ളണം. 3, മാനസാന്തരപ്പെടണം. റിമെമ്പർ, റിട്ടൈൻ, റിപ്പൻറ്റ്. റിമെമ്പർ എന്താണ് ഓർക്കേണ്ടത്? എങ്ങനെ എന്ന് ഓർത്ത്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത്. എന്നാൽ ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് എങ്ങനെ എന്നുള്ളതിന് വാട്ട് എന്നാണ് ചോദിക്കുന്നത്. റിമെമ്പർ വാട്ട് യു ഹാവ് റിസീവ്ഡ് ആൻഡ് ഹേർഡ്. പക്ഷേ ആ എന്ത് നീ കേട്ടു, എന്ത് നീ സ്വീകരിച്ചു എന്നതിനേക്കാൾ നല്ലത് എങ്ങനെ നീ സ്വീകരിച്ചു, എങ്ങനെ നീ കേട്ടു. ആ കാര്യങ്ങളായിരിക്കും ഇച്ചിരൂടെ നല്ല ട്രാൻസ്ലേഷൻ. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ തന്നെയാണ് ഇത്. നമുക്കറിയുവാനായിട്ട് സാധിക്കുന്ന ഗ്രീക്കിൽ നിമോനിയോ എന്ന് പറയുന്ന വാക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് പ്രസൻറ്റ് ആക്റ്റീവ് ഇംപറേറ്റീവ് ടെൻസിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ്ലി കോൾ ടു മൈൻഡ്. നാം അത് എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്ത് നിർത്തുകയല്ല വേണ്ടുന്നത്, പിന്നെയോ എപ്പോഴും നാം അത് ചെയ്തുകൊണ്ട് ഇരിക്കുക. അങ്ങനെയുള്ളതായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്. എന്താണ് അവൻ കേട്ടത്? എന്താണ് അവൻ പ്രാപിച്ചത്? നമുക്കറിയാം, ഒരു വിശ്വാസി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ ആദ്യമായിട്ട് സത്യസുവിശേഷം കേൾക്കും. ആ സത്യസുവിശേഷം അവൻ ആദ്യമേ കേട്ടപ്പോൾ അത് അവൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷത്തോടുകൂടെ അവൻ അംഗീകരിക്കും, സ്വീകരിക്കും. എന്നാൽ ഈ സഭ എന്ത് ചെയ്തോ? അവനത് അംഗീകരിച്ചു, സ്വീകരിച്ചു. എന്നാൽ അതിൽ നിലനിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അവൻ കേട്ട കാര്യങ്ങളും അവൻ പ്രാപിച്ച കാര്യങ്ങളും തൻ്റെ ഹൃദയത്തിലും തൻ്റെ ജീവിതത്തിലും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല. അതിൽ നിന്ന് താൻ വ്യത്യാസപ്പെട്ടു പോയി. ആ കേട്ട കാര്യങ്ങളെപ്പറ്റി മറന്നുപോയി. അവൻ സ്വീകരിച്ച കാര്യങ്ങളെപ്പറ്റി അവൻ മറന്നുപോയി. അങ്ങനെയുള്ളതായ ഒരനുഭവമാണ്. അതുകൊണ്ട് പറയുകയാണ്, എന്താണ് ചെയ്യുന്നത്? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കണം. നിൻ്റെ ആദിമ സമയത്തിലേക്ക് നീ ഒന്ന് തിരിച്ചു വരണം. നീ ആദ്യമേ എങ്ങനെയാണോ ഈ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്തത്, ആ രീതിയിൽ വീണ്ടും നീ റെസ്പോണ്ട് ചെയ്യണം എന്ന് കാണുകയാണ്. അതിന് എങ്ങനെയാണ് നീ ഉപദേശ സത്യങ്ങളെ ഒക്കെ സ്വീകരിച്ചത്?
നീ എങ്ങനെ ദൈവസന്നിധിയിലെ ആ വചനം കേട്ടപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ നീ എപ്രകാരം അതിന് പ്രതികരിച്ചു? പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് അന്ന് അവരുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ രീതിയിലുള്ളതായ നിയന്ത്രണത്തിൽ ഇവർക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ ഓർക്കണം. നീ ചെയ്ത കാര്യങ്ങൾ, നീ കേട്ട കാര്യങ്ങൾ, നീ പ്രാപിച്ച കാര്യങ്ങൾ ഒന്ന് നീ ഓർക്കണം. അല്ലേ? എഫെസോസ് സഭയിലും പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഓർമ്മയുടെ ഒരു കാര്യം വളരെ ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്നതായ ഉന്മേഷവും നമുക്കുണ്ടായിരുന്നതായ ഈഗർനെസ്സും നമുക്കുണ്ടായിരുന്നതായ ഉത്സാഹവും ഇതൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുന്നവരായിരിക്കണം. അങ്ങനെ നാം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർത്തെങ്കിലേ നമ്മുടെ ആ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ഈ സർദീസ് സഭയെ പോലെ നാമും എന്തു ചെയ്യും? ആ അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കുക. ദ കീ ടു ദ ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻസ് ഇൻ ദ മൈൻഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം അത് നമ്മുടെ മനസ്സിലാണ് വരേണ്ടത്. അപ്പോൾ അത് നീ മനസ്സിൽ ഓർക്കണം, നിൻ്റെ ഹൃദയത്തിൽ അത് കരുതിക്കൊള്ളണം. നീ ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് പിന്നെ പറയുന്നത് എന്താണ്? അത് കാത്തുകൊള്ളണം. റിറ്റെയിൻ, കീപ്പ് ഇറ്റ് അപ്പ്, ഹോൾഡ് ഫാസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളുന്നവരായിരിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നവരായിരിക്കണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കീപ്പ് ഇറ്റ് അപ്പ്, അത് സൂക്ഷിക്കണം. നമുക്കറിയാം, ആരെങ്കിലും നല്ല ഒരു പൊസിഷനിലെത്തുകയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, ടാലൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ പറയും കൺഗ്രാജുലേഷൻസ്, കീപ്പ് ഇറ്റ് അപ്പ്. അത് അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം. അതിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോകരുത്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ വെറുതെ അത് കേട്ടുപോകുന്നവരല്ല, പിന്നെ അത് അപ്ലൈ ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികം ആക്കുന്നവരായിരിക്കണം. ഹി ഈസ് നോട്ട് ആഫ്റ്റർ ഇൻഫോർമേഷൻ ഓവർലോഡ് ബട്ട് ട്രാൻസ്ഫോർമേഷൻ ഓവർലോഡ്. നാം അറിവുകൾ കൂട്ടുന്നതിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കരുത്. അനേകർ അറിവുകൾ കൂട്ടും, നല്ല പരിജ്ഞാനമാണ്, ദൈവവചനത്തിൽ നല്ല പരിജ്ഞാനമൊക്കെ ഉണ്ട്. പക്ഷേ ബട്ട് ട്രാൻസ്ഫോർമേഷൻ നോട്ട് ഓവർലോഡിങ്. എന്നാൽ ആ വചനത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. എത്രയോ ദയനീയമായ അവസ്ഥയാണ്. നാം ഇൻഫോർമേഷൻ ഓവർലോഡ് ചെയ്യുന്നവരാകാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓവർലോഡ് ചെയ്യുന്നവരാകുവാൻ, വിവരങ്ങൾ കൂട്ടിവെക്കുന്നവരാകാതെ ആ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം, ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം. എത്ര നല്ലൊരു കാര്യമാണ് ആ കാര്യങ്ങൾ. നമ്മെപ്പറ്റി, നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ, നമ്മുടെ മാതാപിതാക്കൾക്കോ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ ഒക്കെ അത് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ നാം ക്രിസ്ത്യാനിയാണെന്ന് പറയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് ഇവൻ വ്യത്യസ്തനാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഈ ദൈവത്തിൻ്റെ വചനം, കേട്ട വചനം, നിങ്ങൾ സ്വീകരിച്ച വചനം, അത് എന്തു ചെയ്യണം? കാത്തുകൊള്ളണം. അതിൽ നാം മുൻപോട്ട് പോകുന്നവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, എന്താ?
നീ അത് കാത്തുകൊള്ളണം. കീപ് ഇറ്റ് അപ്പ്. പ്രിയവിശ്വാസികളെ, ദൈവവചനത്തിൽ നിന്ന് നാം കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനൊരു വ്യത്യാസം വന്നു ആ രീതിയിൽ അത് കാത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വീണ്ടും നാം കാണുന്നത് മൂന്നാമത്തെ കാര്യം, കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. റിപ്പൻറ്റ്. കർത്താവായ യേശുക്രിസ്തു 4 സഭയ്ക്കുള്ള ദൂതിലും നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. 2:16, അതുപോലെ തന്നെ 2:21 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. 22 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3:19 പറയുന്നുണ്ട്. അപ്പോൾ ഈ സഭകളോടൊക്കെ കർത്താവ് എന്തെച്ച് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നാം മുമ്പേ കണ്ടതായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത് മെറ്റോനിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് അയോറിസ്റ്റ് ആക്റ്റീവ് ഇമ്പറേറ്റീവ്. അത് കാണിക്കുന്നത്, ഈ അയോറിസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അർജൻറ്റ് ആക്ഷൻ. പെട്ടെന്ന് അത് കേൾക്കുന്ന സമയത്ത് തന്നെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം, അത് ചെയ്യണം. അത് അടുത്ത സമയത്തേക്ക് നീട്ടിവെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഈ അയോറിസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അത് ചെയ്യണം. ഒരു പെട്ടെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഒരു അർജൻറ്റ് ആക്ഷൻ, അത് പെട്ടെന്ന് വളരെ പ്രാധാന്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ സ്വഭാവത്തിൽ ഒക്കെയും വലിയൊരു വ്യത്യാസം ഉണ്ടാകണം. Repentance implies a change of life because of a complete change of thought and attitude. നമ്മുടെ വിചാരധാരകളും നമ്മുടെ സ്വഭാവവിശേഷതകളിലും പരിപൂർണമായ വലിയൊരു വ്യത്യാസം ഉണ്ടാകണം എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഒരു ടോട്ടലി ചേഞ്ച് ഇൻ തിങ്കിങ് ആൻഡ് ബിഹേവിയർ വിത്ത് റെസ്പെക്റ്റ് ടു ബോത്ത് ഹൗ വി തിങ്ക് ആൻഡ് ആക്ട്. നാം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രതികരണത്തിൽ, നാം മറ്റുള്ളവരെ ആദരിക്കുന്നതിൽ, ഈ കാര്യങ്ങളിലൊക്കെയും വലിയൊരു വ്യത്യാസം വരണമെന്ന് കർത്താവ് നമ്മെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നീ തിരിച്ച് വരണം. പിന്നെ പറയുന്നത് എൽസ് ഓർ എൽസ്, മിക്കവാറുമുള്ള സഭകളിൽ അത് പറയുന്നുണ്ട്. നീ മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയല്ല പറയുന്നത്. ഇത് ഈ സഭയിൽ കർത്താവ് വേണ്ടുന്നതായ നല്ല ഉപദേശങ്ങൾ കൊടുത്തു. എന്തൊക്കെ ചെയ്യണം? നീ ഉണരണം, നീ ശക്തീകരിക്കണം, നീ പൂർണ്ണതയുള്ളവനായിരിക്കണം, നീ ഓർക്കുന്നവനായിരിക്കണം, അതുപോലെ തന്നെ നീ അത് കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം, നീ മാനസാന്തരപ്പെടുന്നവനായിരിക്കണം. അങ്ങനെ നീ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നിൻ്റെ അടുക്കൽ കള്ളനെ പോലെ വരും. ഏത് സമയത്തും സഭയ്ക്ക് ദൈവത്തിൻ്റെ ശിക്ഷാ നടപടികളുമായിട്ട് അവൻ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ എന്തിനു വേണ്ടിയാണ് വരുന്നത്? സ്നേഹിക്കാനല്ല വരുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അതിനുള്ള ശിക്ഷാ നടപടികളുമായിട്ടാണ് വരുന്നത്, ഡിസിപ്ലിനറി ആക്ഷനുമായിട്ടാണ് വരുന്നത്. പ്രിയ വിശ്വാസികളെ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഈ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിന് ഒരു വ്യത്യാസം വരുത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നാം എഴുന്നേൽക്കണം, പിന്നെ നാം ശക്തീകരിക്കണം, യഥാസ്ഥാനപ്പെടുത്തണം നമ്മെ തന്നെ. നാം ഓർക്കണം,
അതുപോലെ തന്നെ നാം കാത്തു സൂക്ഷിക്കണം, നാം മാനസാന്തരപ്പെടണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ശിക്ഷാവിധിയുമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരികയില്ല, ശിക്ഷാ നടപടിയുമായിട്ട് വരികയില്ല. പിന്നെ സ്നേഹത്തോടുകൂടെ നമ്മളെ അനുമോദിക്കുവാനായിട്ട് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യത്തിൽ നാം വളരുന്നവരായിരിക്കണം, ഈ കാര്യത്തിൽ നാം മുൻപോട്ട് പോകുന്നവരായിരിക്കണം. അങ്ങനെ പോകുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ വചനം മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.